എൻ്റെ പേര് അൻഷാദ്. ഇത് രണ്ടാമത്തെ വ്ളോഗാണ്, വ്ളോഗ് 2. പ്രത്യേകിച്ച് എനിക്ക് പ്ലാനൊന്നുമില്ല. ജസ്റ്റ് കോളേജിൽ നമുക്കൊന്ന് പോവാം. കോളേജിൽ പോയിട്ട് എൻ്റെ ഫ്രണ്ട്സിന് പിന്നെ അവിടുത്തെ എന്തൊക്കെയാണ് നടക്കുന്നത് അതൊക്കെ വീഡിയോയിൽ ഉൾപ്പെടുത്താം എന്ന് വിചാരിക്കുന്നു. നമുക്കൊന്ന് കണ്ടിട്ട് ഓക്കെ. ഞാനിപ്പം ലൈബ്രറിക്കകത്താണ് ഇരിക്കുന്നത്. എൻ്റെ കൂടെ ഉള്ള പയ്യന്മാരൊന്നും ഇപ്പോൾ ഇല്ല. അവന്മാർ കഴിക്കാൻ പോയി. വന്നപ്പോൾ കുറച്ച് ലേറ്റായി. അവന്മാർ ഇതാ കഴിക്കാൻ പോയിരിക്കുകയാണ്. അവന്മാർ വന്നിട്ട് അവന്മാരെ കാണിച്ച്. നമ്മളിപ്പോൾ ക്ലാസ്സിലാണ് ഇരിക്കുന്നത്. ഞാൻ നേരത്തെ ലൈബ്രറിയിലാണെന്ന് പറഞ്ഞിട്ട് ലൈബ്രറിയിൽ നേരെ ഇവിടെ വന്നിരിക്കുന്നു. ഇവരൊക്കെ ഫുഡ് കഴിക്കാൻ പോയതാണ്. ഫുഡ് കഴിച്ചിട്ട് ഇപ്പോൾ ഇവിടെ വന്നു. നമുക്കിന്ന് എക്സാം ഉണ്ട്. ഇവിടെ എക്സാം എന്ന് പറയുന്നത് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. സ്റ്റാറ്റിസ്റ്റിക്സ് നല്ലൊരു എക്സാമാണ്. പഠിക്കുന്നവരെല്ലാം ചെയ്യും, പഠിക്കാത്തുള്ളവരെല്ലാം ഇവിടെ ഇരിക്കും. നമ്മൾ ഇവിടെ ഇരിക്കുകയാണ് ഗായ്സ്. നിങ്ങൾ പഠിച്ചോ ഗായ്സ്? ഒന്നുകൂടെ എല്ലാം ജയിക്കും. എല്ലാവരും കുറച്ച് പഠിച്ചിട്ടുണ്ട്. ജയിക്കുന്ന ഒരു വിശ്വാസത്തിൽ പോവുകയാണ്. പക്ഷെ സപ്ലി തരും അല്ലേ? സപ്ലിയില്ലാതെ എന്തോന്ന് പയ്യുന്നത് ഇവിടെ എല്ലാവരും. ഇനി നമ്മളെ ക്ലാസ്സിലുള്ള എല്ലാവരും പഠിക്കുന്നത് കാണിച്ചു തരാം. പഠിക്കുന്നത് കണ്ടിട്ടില്ലെങ്കിൽ ഇതാക്കാം. അപ്പോൾ പരീക്ഷ കഴിഞ്ഞിട്ട് കാണാം. എക്സാം ഒക്കെ കഴിഞ്ഞ് നമ്മളിപ്പം കോളേജിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇവിടെ ഒരു ചായ കടയിൽ വന്ന് ഒരു ഫ്രണ്ടിന് ചായ കടയാണ്. എക്സാം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ തരക്കേടില്ല, രീതിക്ക് എഴുതിയിട്ടുണ്ട്. പിന്നെ എനിക്ക് വെളിയിൽ നിന്ന് വ്ളോഗ് ചെയ്യുമ്പോൾ ഭയങ്കര സോഷ്യൽ ആൻസൈറ്റിയാണ്. സാധാരണ ഞാൻ അധികം വെളിയിൽ നിന്ന് വ്ളോഗ് ചെയ്യാത്തത്. പരീക്ഷ അടുത്ത വട്ടം നമുക്ക് എഴുതിയെടുക്കാം എന്നാണ് എൻ്റെ അഭിപ്രായം. എൻ്റെ ഇപ്രാവശ്യം നമുക്ക് എഴുതിയെടുക്കാൻ പറ്റുമെന്ന് തോന്നിയില്ല. നമ്മൾ ആരും എഴുതിയിട്ടില്ല. പക്ഷേ എന്താണ് പറയാനുള്ളത്? പറയൂ. എനിക്കൊന്നും പറയാനില്ല. എന്നിട്ട് വാ. കണ്ടന്റില് കണ്ടിരിക്കണം. അപ്പൊ അങ്ങനത്തെ എന്തെങ്കിലും ആക്ടിവിറ്റി ചെയ്യും. അണിയന്റെ 101 കഥകൾ പറഞ്ഞാലാ. ഈ പയ്യന് പൊറോട്ട തിന്നോ? പൊറോട്ട തിന്നോ? നീ എങ്ങനെ പോണ? നീ എന്നെ കൊണ്ടുവിടും. എവിടെ കൊണ്ടുവിടും? നീ എന്നെ ഈസ്റ്റ് പോട്ട് കൊണ്ടുവിടും. ഈസ്റ്റ് പോട്ട് തമ്പാനൂരിൽ ഇത്ര ശരി. തമ്പാനൂർ കൊണ്ടാക്കും. ഓക്കെ അളിയാ. ആരും പോയി ഗായ്സ്. ഇനി നമ്മളാണ് ഗായ്സ്. ഇറങ്ങിയതാ. ഇപ്പൊ അവിടെ നിന്ന് ഞാൻ ബസ് പിടിച്ചായിരിക്കും വന്നത്. ബസ്സിലാണ് പോകുന്നത്. ബസ്സിലാണ്. അത്ര തന്നെ ആണ് എൻ്റെ വണ്ടി. കോളേജ് ലൈഫ് വളരെ ബോറിംഗ് ആണെന്ന് കാണുന്നത് മനസ്സിലാവും. വളരെ ബോറിംഗ് ആണ് എൻ്റെ കോളേജ് ലൈഫ്. ഒന്നും പറയാനില്ല. പയ്യന്മാർ നമ്മളെ നോക്കിയിട്ട് താനാന് അൺഎക്സ്പെക്റ്റഡ് ആണ്. അവരുടെ ഒരു എൻജോയ്മെന്റ്. കാര്യങ്ങളും ഒരു മെമ്മറബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. എല്ലാത്തിനും നമുക്കൊരു ഓർമ്മകൾ വേണം. ഞാൻ പറയുന്നത് വെച്ചാൽ മാക്സിമം നിങ്ങൾ ഓർമ്മകൾ സമ്പാദിക്കും. പൈസ സമ്പാദിക്കാൻ പറ്റിയില്ലെങ്കിലും ഓർമ്മകൾ സമ്പാദിക്കും. നല്ല ഓർമ്മകൾ സമ്പാദിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ കിട്ടും. എനിക്കതറിയത്തില്ല. എനിക്കെന്താ പറയാനുള്ളത്? ഒറ്റ ജീവിതമേ ഉള്ളൂ. അത് ആസ്വദിക്കുക. നമ്മൾ ആരുടെയും കീഴിൽ നമ്മൾ വീഴരുത്. ആരുടെ കെണിയിൽ നമ്മൾ വീഴരുത്. നമ്മളെ കോളേജിൽ പഠിക്കുന്ന കുറേ എണ്ണം സൂപ്പറാണ്. നമ്മളെ കോളേജിൽ പഠിക്കുന്ന കുറേ എണ്ണമുള്ളൊരു വേറെ ഏതോ പയ്യന്മാരുടെ കൂടെ ആണിപ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു എന്താ അത് എന്തോ ഒരിത് അത് പറയാൻ പറ്റുന്നില്ല. അങ്ങനത്തെ ഒരു ഇത്. അപ്പം ഞാൻ പറയാൻ വെച്ചാൽ വണ്ടി ഓടിക്കുമ്പോൾ ഒരിക്കലും നിങ്ങൾ ഫോൺ നോക്കാതെ വണ്ടി ഓടിക്കുമ്പോൾ വണ്ടിയെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് വണ്ടി ഓടിക്കുമ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഹെൽമെറ്റ് ധരിക്കുക. അതേപോലെ തന്നെ ഇതേപോലെ ബാക്കിൽ ഇരിക്കുന്നത് പോലെ അങ്ങനെ ഇരിക്കാൻ ശ്രമിക്കരുത്. വളരെ അപകടകരമാണ്. വളരെ അപകടം പിടിച്ച ഒരു കാര്യമാണ്. നമുക്കൊരു ചെറിയൊരു അബദ്ധം പറ്റി. എന്താണെന്ന് വെച്ചാൽ നമ്മൾ വീഡിയോ എടുത്തോണ്ടിരിക്കുകയായിരുന്നു. അതിന്റെ ഇടയിൽ പെട്ടെന്ന് സ്റ്റോറേജ് ഫുള്ളായി. ഞാൻ അറിഞ്ഞില്ലായിരുന്നു. ഞാൻ വ്ളോഗ് അങ്ങ് കണ്ടിന്യൂ ആയിട്ട് എടുത്തുകൊണ്ട് വയ്ക്കുകയായിരുന്നു. എന്തായാലും എൻ്റെ കോളേജ് ദിവസം ഇത്ര തന്നെ. അടുത്ത് അങ്ങോട്ട് വീഡിയോസ് വരണമെങ്കിൽ നമുക്കത് നോക്കാം. ഈ കോളേജ് ലൈഫ് ഇത്രയാണ്. ബോറിംഗ് ആണെന്ന് അറിയാം, എന്നാലും അഡ്ജസ്റ്റ് ചെയ്യുക. എൻ്റെ കോളേജ് ലൈഫ് ഇങ്ങനെയാണ്. ശരി ഗൈസ്, അടുത്ത വീഡിയോ ഇതിൻ്റെ കൂടെ വരുമെന്ന് എനിക്ക് അറിയത്തില്ല. ചിലപ്പോൾ വരാതിരിക്കാം. ചിലപ്പോൾ ഇതോടെ തീരായിരിക്കും, അറിയത്തില്ല. അപ്പോൾ ഓക്കെ, ബൈ.